रना रना रनु ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുംഭം 1 കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയും കൂടെയാണ്. അപ്പോൾ രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. ഞാനതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ആ തിരക്കിൽ ഇൻട്രോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. നാമം ചെല്ലാനൊന്നും ഇരിക്കാനായിട്ട് സമയം കിട്ടില്ലല്ലോ. രാവിലെ നമ്മൾ ആ തിരക്കുള്ള സമയമായിരിക്കുമല്ലോ. കൊച്ചിനെ വിടണം, അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതെല്ലാം റെഡിയാക്കണം അതിന് മുന്നേ. പിന്നെ ഷൈച്ചേട്ടൻ പോവും. അപ്പോൾ ആ ഒരു തിരക്കിൽ നാമം ചെല്ലാൻ നമുക്കൊരു കോൺസെൻട്രേഷനൊന്നും കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി പാറുവിനെ എഴുന്നേൽപ്പിച്ച് അവളെ കഴിപ്പിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഗ്യാപ്പിലന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, പെരുമാൾ കോവിൽ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു ഇന്നലെ. പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം ആ ഒരു സമയത്ത് അവൾ ഇച്ചിരി സമയം എടുത്തു റെഡി ആവാനും ഒക്കെ. പല്ല് പിക്കലൊക്കെ ഷൈച്ചേട്ടൻ ചെയ്യും. പക്ഷേ ഭക്ഷണം കൊടുക്കുക, അവളൊന്ന് മേല് കഴിക്കുക, അതൊക്കെ ഞാൻ തന്നെ ചെയ്താലേ നടക്കുകയുള്ളൂ രാവിലത്തെ സമയത്ത്. അല്ലെങ്കിൽ ആൾ ഇങ്ങനെ പല എന്താ പറയുക, കുറേ സൂത്രങ്ങളൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ സമയം വൈകിപ്പിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് രാവിലെ അതൊന്നും നടക്കില്ല കേട്ടോ. ഞാൻ സ്ട്രിക്റ്റായിട്ട് രാവിലെ കുറച്ച് അങ്ങനെ മയത്തിലൊന്നും നിൽക്കില്ല രാവിലെ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ അവളൊന്നും ചെയ്യില്ല. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. കുറച്ച് നാളായി ഇപ്പോൾ തുടങ്ങിയിട്ട്. അത് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ മാറി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് പാറുവിൻ്റെ കാര്യം. പാറുവിനെ റെഡിയാക്കി വിടാനായിട്ട് ഗ്യാപ്പ് ഒട്ടും കിട്ടിയില്ല കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് അമ്പലത്തിൽ പോയില്ല. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എന്താ പറയുക അതൊക്കെ കൊടുത്ത് ആ 2 പേരെയും വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളുമായിട്ട് വീഡിയോയ്ക്ക് പോവാം. ആയോ? ജഗന്നാഥ വിഷ്ണുഹരി നാരായണായണ. ഇതാണ് കേട്ടോ എൻ്റെ ഉണ്ണിക്കണ്ണൻ. എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്നത് ഈ ഉണ്ണിക്കണ്ണനെയാണ്. എനിക്കിങ്ങനെ പൂജ സ്റ്റാൻഡൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു ടീപ്പോയിലാണ് വെച്ചിരിക്കണേ. പയ്യെ ഒരു നല്ല സ്റ്റാൻഡൊക്കെ വാങ്ങിക്കണം. നല്ല ഒതുങ്ങിയൊരു നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡ് നോക്കുന്നുണ്ട്. മനസ്സിനിണങ്ങിയത് എപ്പോഴെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കണം. അപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പാറു സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഇവിടെ പുറത്ത് റോഡിൽ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അവളെ സ്കൂട്ടറിന് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാനിതുപോലത്തെ തുണിയുടെ മാസ്ക് ഉണ്ടല്ലോ, അങ്ങനത്തെ മാസ്ക് വെച്ചിട്ടാണ് ആളെ വിടണം കേട്ടോ. ഞങ്ങളും ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, കാരണം നല്ല പൊടിയാണ്. അപ്പോൾ ഈ പൊടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ മൂക്കിലേക്ക് അങ്ങ് കയറും. അപ്പോൾ പിന്നെ തുമ്മലും ഇതൊക്കെ മാറിയിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാസ്ക് വെച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങണേ. പിന്നെ പാറുവിനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ചായ കുടിച്ചത് കേട്ടോ. അപ്പോൾ പുട്ടും കടലയായിരുന്നു. ഈ കടലക്കറി തേങ്ങയൊന്നും ഇടാത്ത കടലക്കറിയാണ്. നല്ല അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം കാണിക്കാമേ. ഇന്നിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് ചീത്താവില്ല കേട്ടോ. തേങ്ങ ഇടുമ്പോൾ പെട്ടെന്ന് ചീത്താവുമല്ലോ കറികൾ. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായി പോവില്ല. അപ്പോൾ ചായയും പാൽ ചായ ഇപ്പോൾ രാവിലെ ഇല്ല, ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉള്ളൂ. ഇച്ചിരി പഞ്ചസാര ഇട്ട് തന്നെ കേട്ടോ കുടിക്കുക. ചിലപ്പോൾ ഞാൻ ശർക്കര ഇടും. ശർക്കര പൊടി കിട്ടുമല്ലോ ഇവിടെ, അപ്പോൾ അതിടും. അങ്ങനെ മാറിയൊക്കെ ഉപയോഗിക്കും. ഇന്ന് തേഴ്സ്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷൈച്ചേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും പറവല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഫ്രൈഡേ ഇവിടെ വർക്ക് ഫ്രം ഹോം ആയിരിക്കുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് ഊണുണ്ടാവുമല്ലോ. ഷൈച്ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പാറുവും ഞാനും അല്ലേ ഉള്ളൂ. പാറുവിനും കാര്യമായിട്ട് കറിയൊന്നും അവൾ കൂട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മതി.
അപ്പോൾ ഞാനും അങ്ങനെ ഉണ്ടാക്കില്ല, എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടാവും ഫ്രിഡ്ജിൽ, അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ പാത്രങ്ങളൊക്കെ നിറയെ കിടക്കുന്നുണ്ട് അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ തന്നെയാണ് തുണിയൊക്കെ വിരിക്കുക. അപ്പോൾ 2 ബാൽക്കണിയിലായിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തുണി ഉണ്ടെങ്കിലും നമുക്ക് കൊള്ളൂ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ കുറച്ച് ഹൈറ്റിലൊക്കെ എനിക്ക് അഴ കെട്ടി തന്നിട്ടുണ്ട് ഷൈച്ചേട്ടൻ. അപ്പോൾ നമുക്ക് അവിടെ വിരിച്ചാൽ മതി. ഇവിടെ പിന്നെ ചെന്നൈയുടെ കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും എപ്പോഴും. അപ്പോൾ ആ കാറ്റ് കൊണ്ട് തന്നെ തണുപ്പുള്ള സമയത്താണെങ്കിൽ പോലും തുണികൾ ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ തുണി ഉണങ്ങണതിന് ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. പക്ഷേ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വെയിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ മുകളിലൊക്കെ ഭയങ്കര ചോലയാണ്, വീടിൻ്റെ ചുറ്റും നിറയെ ചോലയാണ്. അപ്പം തുണി ഉണങ്ങി കിട്ടാൻ അവിടെ ഇച്ചിരി പാടാണ് കേട്ടോ. അതപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ ചൂട് സമയത്തൊക്കെ 2 മണിക്കൂറും കൊണ്ടൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഞാൻ അടുക്കളയിലേക്കുള്ള ഓരോ പരിപാടികളൊക്കെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ അടുക്കള ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവുള്ളൂ. എനിക്ക് നെയ്യിൽ കുറച്ച് അലർജി ഉണ്ട്. ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ അലർജി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഡിഷ് വാഷിംഗ് ലിക്വിഡിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ഡോക്ടറെ കാണണം. അതുവരെ ഞാനിപ്പം നമുക്ക് എന്തായാലും കൈ നനയാതിരിക്കാൻ പറ്റില്ല അടുക്കളയിൽ. അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇനി നമുക്ക് പാറുവിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. പാറുവിനെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു 5-6 മിനിറ്റ് മുന്നേ പോണത്. ഇന്ന് എനിക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് ഒരു ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയാണ്, പോണ വഴിക്ക് തന്നെയാണ്. അപ്പോൾ അതും കൂടി കൊടുത്തിട്ട് നമുക്ക് വേഗം പോയിട്ട് പാറുവിനെ കൊണ്ടുവരാം. വാ. നടക്ക് ബാഗിലിട്ടോ. എന്താ ബാഗിലിട്ട്? അഖില് വലിച്ചോ? ആരമാല ബാഗിലിട്ടത്? ടീച്ചറോ മാമാണോ? മാമാണോ ബാഗിലിട്ടത്? മാമാണോ ബാഗിലിട്ടേ മാല? പാറു ചെരുപ്പൂരിയാ? അച്ഛ ഇവിടെ ഇല്ലടാ, അച്ഛ ഓഫീസിൽ പോയി. ശരിക്കും തയ്ച്ചേ, കൈ ശരിക്കും തയ്ച്ചേ, ശരിക്കും കഴിക്കേ. എവിടെ കൈ നോക്കട്ടെ. മുഖം കൂടെ കഴുകുക ശരിക്കും. അങ്ങനെയല്ല, കുറച്ച് പയ്യെ എടുത്ത് അമ്മ കാണിച്ചു തരാം. എവിടെ നോക്കട്ടെ. തുടക്കി ഒപ്പാനേ പാടുള്ളൂ മുഖത്ത്. ഇന്നവൾ വന്ന് കയറി ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ദിവസവും അവൾക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് കുറച്ച് കൊടുക്കുക. ഒരു 2 ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് കൊടുക്കും. ഇത് നമ്മൾ സാധാരണ പൊളിച്ച് കഴിക്കുന്ന ഓറഞ്ചല്ല, വേറൊരു ഓറഞ്ച് കിട്ടുമല്ലോ, ശരിക്കും ഒരു ഓറഞ്ച് കളറിലല്ലേ ജ്യൂസൊക്കെ അടിക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഓറഞ്ച് ഞാൻ കൈകൊണ്ട് പിഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കണേ. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ഓറഞ്ച് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പനി കഴിഞ്ഞ പിന്നെ അവൾക്ക് എപ്പോഴും കൊടുക്കും. കാരണം വൈറ്റമിൻ സി കൂടുതലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണല്ലോ. അപ്പോൾ ഈ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പാറുവിന് എപ്പോഴും ഇങ്ങനെ അസുഖം വരാൻ തുടങ്ങിയത്. അപ്പോൾ ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവും, കോൾഡോ കഫോ അല്ലെങ്കിൽ ഫീവറോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊന്നും എടുത്തില്ല, ഉണ്ടായിരുന്നതൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഊണ് കഴിച്ചു. അപ്പോൾ ഇന്ന് എന്തായിരുന്നു, തൈര് ഉണ്ടായിരുന്നു. പക്ഷേ പാറുവിന് ഇപ്പോൾ തൈര് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അവൾക്ക് കുറച്ച് കഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൈര് കൊടുക്കാൻ പറ്റില്ല. അവൾക്ക് മോര് കറി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ പഴം ഇരുന്നിരുന്നു. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ പാറുവിനെയും കൂടെ ഞാൻ അടുക്കളയിൽ കൂട്ടും മിക്കവാറും എന്ത് ചെയ്യുമ്പോഴും. അല്ലെങ്കിൽ അവൾ ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ. ടി വി കാണാൻ പറഞ്ഞ് പിന്നെ വാശി പിടിക്കും. അപ്പം ഞാൻ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ അവൾ എൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന് കളിച്ചോളും. അപ്പോൾ പിന്നെ ടി വിയോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ മൊബൈലും ടി വിയൊക്കെ പിള്ളേരിങ്ങനെ അഡിക്റ്റായി പോവും. നമ്മൾ ഒരു കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് നേരം കാണട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ കണ്ട് 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 പിള്ളേർ അതിൻ്റെ അഡിക്റ്റായി പോകും. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ അല്ലെങ്കിലും പാറ് കാണുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും കേട്ടോ. കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റണത്. അപ്പം ഞാനില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ആ ഒരു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓഫീസിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിനെ ഡേ കെയറിൽ എവിടെയെങ്കിലും ആക്കുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ എടുത്തത് തന്നെ പാറുവിനെ ഒരു പ്രായം വരെ നമുക്ക് അങ്ങനെ ഡേ കെയറിൽ വിടാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പ്രഗ്നൻസി കൺഫേമായി ഞാൻ ഡെലിവറിക്ക് മുന്നേയായിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഇങ്ങോട്ടും കൂടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്താണ് കേട്ടോ ചെയ്തത്. ഇപ്പം ഞാൻ കാണിച്ചത് എന്താണെന്ന് വിചാരിക്കണ്ട, ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ. അങ്ങനെ ഉറുമ്പ് നിറയെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നട്ട്സ് വാങ്ങിച്ചു വെച്ചാൽ ഉറുമ്പ് പയ്യെ കയറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പയ്യെ വെയിലത്തൊക്കെ വെച്ചിട്ട് അതൊന്ന് ബോട്ടിലാക്കി വെച്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ ടൈറ്റായിട്ടുള്ള ബോട്ടിലിട്ട് വെച്ചു. അപ്പോൾ പിന്നെ ഉറുമ്പൊട്ടും കയറില്ലല്ലോ. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാറുവിന് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. ഗ്യാസിൻ്റെ അങ്ങോട്ട് അവളെ അധികം അടുപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് പിള്ളേർക്ക് എന്താ പറയണേ, ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഒരുപാട് അങ്ങോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ആപത്ത് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ആ സമയത്തൊന്ന് അകറ്റി നിർത്തും കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി വാശിയൊക്കെ കാണിക്കും, എന്നാലും ഒക്കെ കണ്ടില്ല എന്നടിക്കും. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പഴംപൊരി ആളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഉണ്ടാക്കണത്. അങ്ങനെ പഴംപൊരിയൊക്കെ ആയിട്ട് ഞാനും പാറുക്കുട്ടിയും കൂടെ ചായ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു പീസ്ഫുൾ ഈവനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.